Hi everyone, welcome back to my YouTube channel. ഇനി ഞാനൊരു റാം ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഡൽഹി സ്ട്രീറ്റ് ഫുഡാണ്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പ് പൊട്ടുകടല, പിന്നെ അതുപോലെ തന്നെ അര കപ്പ് ഉഴുന്നുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു 4-5 മണിക്കൂർ നമുക്കിത് കുതിർത്തി വെക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ രാവിലെ ഇട്ടിട്ട് വൈകുന്നേരമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ചെയ്യാം. പിന്നെ ഇതൊരു അരിപ്പയിലേക്ക് മാറ്റി അതിലെ വെള്ളം കളയാം. അങ്ങനെ കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ട് ഇത് നന്നായി അരച്ചെടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഞാൻ ഇവിടെ വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ അരയ്ക്കുകയാണ് കൂടുതൽ ബെറ്ററായിട്ട്. ഇത് കണ്ടു കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്ക് ബാറ്ററായിട്ട് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാനിത് രണ്ട് പാർട്ടായിട്ടാണ് അരച്ചിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു പിച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യണം, അത് മസ്റ്റാണ്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ചെറിയ ജീരകമാണ്. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇപ്പോൾ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ ഉഴുന്നുവടക്കും ഒക്കെ എടുക്കുന്ന ആ ഒരു ഭാഗമാണ്. തീരെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുകയാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. ഞാൻ രണ്ടാമത് അരച്ചപ്പോൾ തീരെ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചെറിയ ബൗൾസായിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. കാര്യം എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യം, അത് ഞാൻ എത്ര വിട്ട് പിടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിച്ചിടുക, ചെറിയ ചെറിയ ബൗൾസാക്കിയിടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ എന്തെങ്കിലും വെച്ചിടുക, പക്ഷേ അത് ഇങ്ങനെ ഇടുകയാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ഇടുക. ഇതിനെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. ഇത് ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഉണ്ടല്ലോ കുറച്ചൊരു 5 എണ്ണയായിട്ട് ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് കൂടുതൽ ഇട്ട് കൊടുക്കും. ഞാൻ ആദ്യം വിചാരിച്ചത് കൂട്ടി ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, പക്ഷേ ഇത് അങ്ങനെ ഒന്നുമില്ല. ഇട്ട പാടന്നെ സെപ്പറേറ്റ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാടെണ്ണം പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ എനിക്കിത് നല്ല ഇഷ്ടമായി. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിനുശേഷം ഈ ലഡുവിലേക്ക് നമ്മൾ ഗ്രീൻ ചട്നിയും ടാമറിൻ ചട്നിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയില്ലെങ്കിൽ എൻ്റെ പാനിപ്പൂരിയുടെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പോയി കണ്ടാൽ മതി. ഈ റാം ലഡു എന്നുള്ളത് ഇതിന് എന്തുകൊണ്ട് ഈ പേര് വന്നതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇതൊരു ഡൽഹിയിലെ സ്ട്രീറ്റ് ഫുഡാണ്. അപ്പോൾ അവിടെ ഇവർ മെയിനായിട്ട് ഈ ഒനിയൻ്റെ പകരം റാഡിഷാണ് യൂസ് ചെയ്യുന്നത്, അതായത് വൈറ്റ് ക്യാരറ്റാണ്. അപ്പോൾ അതെനിക്ക് അധികം പെർഫെക്റ്റായി തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ഒനിയൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റാഡിഷ് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസ് ഇഷ്ടമുള്ളവർ എൻ്റെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.